നമസ്കാരം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2014 ജൂൺ മാസത്തിൽ നിരവധി കാര്യങ്ങൾ പ്രാരംഭത്തിൽ അനുകൂലമായി തീരുമെങ്കിലും മാസത്തിൻ്റെ പകുതി മുതൽ പല പ്രകാരത്തിലും ക്ലേശങ്ങൾ വർദ്ധിക്കുവാനാണ് സാധ്യത കാണുന്നത്. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്കെല്ലാം വ്യതിചലനം വന്നു ചേരും. തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അധ്വാനഭാരവും ചുമതലകളും വർദ്ധിക്കും. സാമ്പത്തിക ആവശ്യത്തിന് കടം വാങ്ങേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. സഹപ്രവർത്തകരും മേലധികാരികളൊക്കെ തന്നെ സഹായമായി തീരാമെന്ന വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കാത്തത് വഴി പലപ്പോഴും അവധി ദിവസങ്ങളിലും രാത്രിയിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ക്ലേശകരമായിട്ടുള്ള സാഹചര്യങ്ങളെ വളരെ പ്രയത്നിച്ച് അതിജീവിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ഈ സാഹചര്യത്താൽ പല പ്രകാരത്തിലും ദേഹക്ഷീണം അനുഭവപ്പെടുവാനിടയുണ്ട്. വാക്ക് തർക്കങ്ങളിൽ നിന്നും പരമാവധി പിന്മാറുന്നത് നല്ലതായിരിക്കും. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരും. മാസത്തിൻ്റെ പകുതി മുതൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടതാണ് എന്ന് പറയുന്നു. അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടതാണ് എന്നുകൂടിയാണ് പറയേണ്ടത്. നിസ്സാരം എന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി മാനസികമായിട്ടും ദേഹപരമായും വളരെ മടുപ്പ് അനുഭവപ്പെടുവാനും ഈ മാസത്തിൽ സാധ്യത കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഏതൊരു കാര്യവും സൗമ്യ സമീപനത്താലും അതേപോലെ തന്നെ ഈശ്വര ആരാധനകളാലും വളരെ ക്ഷമയോടുകൂടി സമീപിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും എന്നുകൂടിയാണ്. ഏതൊരു കാര്യത്തിലും ആത്മനിയന്ത്രണത്തോടുകൂടി ഈശ്വര ആരാധനകളോടുകൂടി എല്ലാം കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ് എന്നുകൂടിയാണ് ഈ മാസത്തിലെ പൂയം നക്ഷത്രക്കാരുടെ ഫലങ്ങളായി പറയേണ്ടത്. നമസ്കാരം.